അങ്ങോട്ട് ആവേശത്തോടെ ഒരു കാര്യം അങ്ങോട്ട് തുടങ്ങും, പിന്നെ അതിൻ്റെ ആ സ്പിരിറ്റൊക്കെ ഇല്ലാതായി, പിന്നെ അതന്നെ ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ നമുക്കൊരു മൊബൈൽ ഫോൺ ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ബാറ്ററി 10% കുറഞ്ഞിരിക്കുക. അത് 100% ആക്കണം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് വിചാരിക്കണ നടക്കുമോ? ഇല്ല എന്നുള്ളതാണ്. അതിനെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പരിധി വെച്ചുകൊണ്ട് അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിയ കേബിൾ ഉപയോഗിച്ചിട്ട് ഇത് വലിയൊരു സൂപ്പർ ഫാസ്റ്റ് ചാർജറിനെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ചാർജ് ആവണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പലരും പറയാറുണ്ട്, ഡോക്ടറെ നാളെ തൊട്ട് ഞാൻ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നാളെ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ദിവസമായിരിക്കും. നെവർ എവർ. നാളെ അല്ല. പ്രശ്നം നമ്മുടെ വിൽ പവറിൻ്റെതല്ല, മറിച്ച് പ്രശ്നം എന്തിൻ്റെതാണ്? നമ്മുടെ പ്രതീക്ഷകളുടേതാണ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെതാണ്. നമ്മളൊരു ലോങ് ജമ്പറെ പോലെ ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബട്ട് ശരിയായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഒരു മാരത്തോൺ നടത്തക്കാരനെ പോലെ. നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ്, നാളെ തൊട്ട് ഞാൻ ഷുഗർ അടിക്കുക ഒരു ഭക്ഷണവും കഴിക്കില്ലാന്ന്. ഇമ്പോസിബിൾ. ടുഡേ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, ഒരു നേരത്തെ ചായയിൽ നിന്ന് ഞാൻ ഷുഗർ ഇല്ലാതെ കഴിക്കും. അങ്ങനെ തീരുമാനം എടുത്ത് നോക്കുക. അത് പോസിബിളാണ്. സ്വന്തം ജീവിതത്തിൽ ചോദിക്കുക, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന ചെറിയൊരു മാറ്റം എന്താണ്? നാളെ അല്ല കേട്ടോ, അടുത്ത തിങ്കളാഴ്ചയല്ല, ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു വിമാനം അതിൻ്റെ ദിശ മാറ്റുന്നത് വലിയ അങ്ങോട്ട് ഒരു ടേൺ എടുത്തിട്ടല്ല, ഒരു ചെറിയൊരു ഡിഗ്രി മാറ്റത്തിലൂടെയാണ് ഒരു അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിലേക്ക് ഒരു വിമാനം പ്രവേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും അങ്ങനെയാണ്. ചെറിയൊരു മാറ്റം, ആ ചെറിയ മാറ്റം ഇങ്ങനെ പേഴ്സിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ആരോഗ്യത്തിൻ്റെ അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു മുദ്രാവാക്യം എന്താണ്? ചെറിയ മാറ്റം എല്ലാ ദിവസവും ഇപ്പോൾ തുടങ്ങാം. ഓക്കെ.